ലെറ്റ്സ് ടോക്ക് പ്രൊഫസി പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഡാനിയലിൻ്റെ സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡിലാണിപ്പോൾ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡാനിയലിൻ്റെ 11 കുറിച്ച് ചർച്ച ചെയ്ത് വരികയായിരുന്നല്ലോ. നമുക്ക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യണം. ഇപ്രാവശ്യമാണ് അതിൻ്റെ ഏറ്റവും കാതലായ സത്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ബ്രദർ പ്രിൻസായിട്ട് പ്രാർത്ഥിക്കാം. അതെ, ഞങ്ങളെ ഏറ്റവും അതിവത്സരമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറണമേ, കേൾവിക്കാരോടും കൂടെ ഉണ്ടായിരിക്കുമാറണമേ. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ബ്രദർ ജോണത്തൻ, നമ്മൾ ലിറ്ററലായിട്ടുള്ള കുറേ പ്രോഫറ്റിക് ഇൻ്റർപ്രിട്ടേഷൻസും അത് ഫുൾഫിൽ ആയതും ഒക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് ദ നോർത്ത്, കിങ് ഓഫ് ദ സൗത്ത് 40th വേഴ്സ് വരെ നമ്മളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തില്ല. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെയുള്ള എൻ്റെ ഒരു സമ്മറി പറയാം. ദാനിയേൽ 11 അധ്യായത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ അതിൽ പ്രധാനപ്പെട്ട വാക്യങ്ങൾ പറയാം, അതെല്ലാം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന് നാഴികക്കല്ലുകളായിട്ട് ഇത് പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയുന്നു, വടക്കേ ദേശത്തെ രാജാവ് ആരാകുന്നു, അതേപോലെ തെക്കേ ദേശം നമ്മൾ അത് പഠിച്ചു. വടക്കേ ദേശത്തെ രാജാവ് സിറിയയും തെക്കേ ദേശത്തെ രാജാവ് മിസ്രൈമുമാണ്, അല്ലെങ്കിൽ ഈജിപ്തുമാണ്. നമ്മൾ ഇനി അവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതുപോലെ 6-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ നമുക്ക് സിറിയൻ യുദ്ധങ്ങളെ കാണാൻ സാധിക്കുന്നു. അതിനുശേഷം നമുക്ക് അവർ തമ്മിൽ എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കുന്നു. അതേപോലെ ഇസ്രായേലിന്റെ ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ആദ്യം മിസ്ലിം അവർ ഭരിച്ചിരുന്നു, അവരെ ഇങ്ങനെ പീഡിപ്പിക്കാൻ പോയ സമയത്ത് പിന്നെ അവർ സിറിയൻ ഭരണത്തെ അവർ ആദ്യം 2 കൈ കൊണ്ട് സ്വീകരിച്ചു. പിന്നെ അവർക്ക് അവിടെ നിന്നും പ്രശ്നമുണ്ടായി. അങ്ങനെ സമയം പോകുന്ന സമയത്ത് ദാനിയേൽ 11:15 നമുക്ക് കാണാൻ സാധിക്കുന്നത് വടക്കേ ദേശത്തെ രാജാവായ ആ സമയത്ത് സിറിയയിൽ നിന്ന് വരുന്നത് ആന്റിയോക്കസ് എപ്പിഫാനസ് ആണ്. മിസ്രൈമിനെ ആക്രമിക്കുന്നു. അവർ തോൽക്കാറായ സമയത്ത് മിസ്രൈം റോമിന്റെ സഹായത്തെ തേടുന്നു. അങ്ങനെ റോം വന്ന് അവരെ സഹായിക്കുന്നു. അപ്പോൾ അവർ ആവശ്യപ്പെട്ടു ഈ ആക്രമണം നിർത്താൻ മതി. അപ്പൊ ആന്റിയോക്കസ് എപ്പിഫാനസ് പറഞ്ഞു, എനിക്ക് എന്റെ ഗ്രൂപ്പുമായിട്ട് ആലോചിക്കണം, അവിടെ ഇരിക്കുന്ന ഓർഗനൈസേഷൻ ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചെയ്തത് ഒരു വൃത്തം അദ്ദേഹത്തിന് ചുറ്റും വരച്ചു. ആന്റിയോക്കസ് എപ്പിഫാനസിന് ചുറ്റുമാണെന്ന് ഓർക്കണം. ഒരു വൃത്തം ചുറ്റും വരച്ചിട്ട് ഈ വൃത്തത്തിൽ നീ വെളിയിറങ്ങണമെങ്കിൽ ആദ്യം ഇതിന്റെ ഉത്തരം പറയണം. അന്ന് മുതൽ തോറ്റു തുടങ്ങി. ആ സമയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഗ്രീസ് എംപയറിൽ നിന്നും റോമൻ എംപയറിലേക്കുള്ള ട്രാൻസിഷനാണ്. ആ വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ദാനിയേൽ 11:17 മുതൽ 21 നമുക്ക് 3 രാജാക്കന്മാരെ കാണാൻ സാധിക്കുന്നു. ജൂലിയസ് സീസർ, അഗസ്റ്റസ് സീസർ, ടൈബറിയസ് സീസർ. അതിനു മുൻപ് തന്നെ ഇസ്രായേലിന്റെ ഭരണം ആരുടെ കയ്യിലാകുന്നു? റോമൻ സാമ്രാജ്യത്തിന്റെ കയ്യിലാകുന്നു. 63 BC. ഇനി ദാനിയേൽ 11:22 നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അവിടെ ഉപയോഗിക്കുന്ന ഒരു മൂലപദമുണ്ട്, നാഗീദ്. അതേ വാക്ക് തന്നെയാണ് ദാനിയേൽ 9:26 ഉപയോഗിക്കുന്നത്. അത് ആരെ കാണിക്കുന്നു? കർത്താവ് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. അപ്പോൾ ആ വാക്യം കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇതെല്ലാം ഇവിടെ കാണിക്കുന്നു. അതേപോലെ ദാനിയേൽ 11:28 വരുമ്പോൾ, ഡാനിയേൽ 11:28 വരുമ്പോൾ റോമിന്റെ പെർസിക്യൂഷൻ ആണ് നമ്മുടെ ക്രൈസ്തവ സഭയ്ക്ക് നേരിട്ടത്. ആ പെർസിക്യൂഷൻ പറയാണ്, അത് ഡയോക്ലീഷ്യന്റെ കാലഘട്ടം വരെ ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഓരോ കോംപ്രമൈസസ് വയ്ക്കാൻ തുടങ്ങിയത്. ദാനിയേൽ 11:30 പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന് പരിപൂർണ്ണ വീഴ്ച പറയുന്നു. അവിടെ ഷിപ്പ് ഓഫ് ചിറ്റീം എന്ന് അവിടെ ഉപയോഗിക്കുന്ന വാക്കുണ്ട്. അത് ബാർബറിയൻ ട്രൈബ്സ് ആണ്. നമ്മൾ ട്രൈബ്സ് വന്നാണ് അതിനെ വീഴ്ത്തി നമുക്ക് കാണാൻ സാധിക്കുന്നു. ദാനിയേൽ 11:31 ദാനിയേൽ 8:11 മുതൽ 13 പാരലാണ്. അത് പാപ്പാത്ത റോമൻ സാമ്രാജ്യത്തെ കാണിക്കുന്നു. അതുകൊണ്ട് ഇവിടം വരെ നമുക്ക് ആ ട്രാൻസിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഗ്രീസിൽ നിന്നും പേഗൻ റോമിലേക്ക്, പേഗൻ റോമിൽ നിന്നും പേപ്പൽ റോമിലേക്കും, അതേപോലെ ജീസസ് ക്രൈസ്റ്റിനെ എവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ ക്ലിയർ ഒരു ട്രാൻസിഷൻസ്. അത് വളരെ ശരിയാണ്. നമ്മൾ പിന്നീട് ഇതിൻ്റെ അകത്ത് ക്ലിയോപാട്രയും അല്ലേ, മാർക്ക് ആന്റണി, പോംപേ, എല്ലാവർക്കും അറിയാവുന്ന കുറെ നെയിംസ് ഒക്കെ ഭരണത്തിന് കീഴിലാണ് 63 BC ഇസ്രായേൽ വീഴുന്നത്. ഈ ടൈബറിയസ് സീസണിന്റെ ഒക്കെ കാലഘട്ടത്തിലാണ് മാർക്ക് ആന്റണി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഈ മിസ്രൈമിന് കൂടെ നിൽക്കുകയും ക്ലിയോപാട്രയുടെ വാക്കുകളാൽ വഞ്ചിക്കപ്പെടുകയും ചെയ്ത അത് കാരണം തന്നെയാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത് മാർക്ക് ആന്റണി. ഇതെല്ലാം ഡാനിയലിന്റെ കാലഘട്ടത്തിൽ എഴുതി എന്നുള്ളതാണ് അതിന്റെ വിവിഡ് ഡീറ്റെയിൽസ്. ഇങ്ങനെ ഒരു പുസ്തകം കിട്ടത്തില്ല. അതെ അതെ അതെ. ഇപ്പോൾ ബ്രദർ പ്രിൻസ്, നമുക്ക് ജോണതനും പറഞ്ഞു, ഇതെല്ലാം ഇസ്രായേൽ എന്ന നേഷനെ ആരെപ്പോൾ ഭരിച്ചു, അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇന്നും ഇതിന് നമുക്ക് ഒരു ലിറ്ററൽ ആയിട്ടുള്ള ഒരു നേഷൻ ഇസ്രായേലായിട്ടാണോ കാണേണ്ടത്? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നല്ലൊരു ചോദ്യമാണ്. കാരണം ഇന്ന് ഇസ്രായേലിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എല്ലാ ക്രിസ്ത്യാനികളുടെ കണ്ണ് അങ്ങോട്ട് പോകാറുണ്ട്. പ്രവചന നിവൃത്തിയാണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്.
പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 70 ആഴ്ചവട്ട പ്രവചനം അല്ലെങ്കിൽ ആ ഒരു സമയപരിധി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു ദൈവത്തിലേക്ക് മടങ്ങുവാൻ വേണ്ടി. പക്ഷെ അവർ നമുക്കറിയാം അവർ ദൈവത്തിനെതിരായിട്ട് മറുതലിച്ചു. അവസാനം സ്തെഫാനസിനെ കൊന്നു. ആ സ്തെഫാനസിനെ കൊന്ന സമയത്ത് പോലും അവർ ദൈവത്തിൻ്റെ മുമ്പാകെ ചെവി പൊത്തി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുള്ള പ്രവചനങ്ങളെല്ലാം ആക്ഷരികമായിട്ടുള്ള ഇസ്രായേലിൽ നിന്ന് ആത്മീയമായിട്ടുള്ള ഇസ്രായേലിലേക്ക് മാറ്റപ്പെടുന്നു എന്നാണ് കാണുന്നത്. കാരണം പിന്നീട് ഇസ്രായേലിനെ കുറിച്ച് ഒത്തിരി പരാമർശങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ആക്ഷരിക ഇസ്രായേലിനെ കുറിച്ചല്ല. കാരണം പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവവചനം വ്യർത്ഥമായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിൻ്റെ സന്തതി ആകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന സംഭവം ദൈവത്തിൻ്റെ ആ കവനന്റിൽ ഉടമ്പടി ബന്ധത്തിലേക്ക് വരുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ എന്നുള്ളത്. ഒറ്റ വാക്കിലെ സഭയെന്ന് പറയാം. ഇപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആത്മീയ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സഭയാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ കിങ് ഓഫ് ദ നോർത്ത് അല്ലെങ്കിൽ വടക്ക് നിന്നുള്ള രാജാവും തെക്ക് നിന്നുള്ള രാജാവും ഇതേ ആത്മീയ തലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ കിങ് ഓഫ് ദ നോർത്ത് ബാബിലോൺ ആണെന്ന് കണ്ടു. അപ്പം ബാബിലോണിൻ്റെ പതനം നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയേൽ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ ബെൽഷാസർ രാജാവ് ഒരു സ്വർണ്ണ പാത്രത്തിൽ വീഞ്ഞ് കുടിച്ച് മത്തനായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത്. ഇതേ കാര്യത്തിൽ അവിടെ ബാബിലോൺ സാമ്രാജ്യം അവസാനിക്കുമ്പോൾ അതേ കാര്യം വീണ്ടും നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ബാബിലോണിനെ വീണ്ടും എടുത്ത് കാണിച്ചിരിക്കുകയാണ്. അവിടെ ഒരു സ്ത്രീയെ ഒരു സ്വർണ്ണ പാത്രത്തിൽ വീഞ്ഞ് കുടിച്ച് അല്ലെങ്കിൽ ഭൂലോകരെയൊക്കെ മത്തരാക്കിയിരിക്കുന്ന സീനാണ് കാണുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ആത്മീയ അർത്ഥത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ ഒരു സ്ത്രീ ആയിട്ടാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. സ്ത്രീ സഭയാണെന്ന് നമുക്ക് പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. അപ്പോൾ ആത്മീയ തലത്തിലേക്ക് ബാബിലോൺ മാറുന്നു, അതേപോലെ തന്നെ ഈജിപ്റ്റ് മാറുന്നു. ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. ഈജിപ്റ്റിനെ കുറിച്ച് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ള മഹാനഗര വീതിയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട മിസ്രൈമിലല്ലെന്ന് നമുക്കറിയാം. പക്ഷെ അത് ആത്മീയ തലത്തിലേക്ക് പിന്നെ മാറുകയാണ്. പിന്നെയുള്ള കിങ് ഓഫ് ദ നോർത്തും കിങ് ഓഫ് ദ സൗത്തും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ആത്മീയ തലത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ സ്ത്രീ വീഞ്ഞ് കുടിച്ചോണ്ട് അല്ലെങ്കിൽ വീഞ്ഞ് മറ്റുള്ളവരെ കൊടുത്തെന്ന് പറഞ്ഞില്ല, അവിടെ വേശ്യായ സ്ത്രീ എന്നാണ്. കാരണം ഇത് തെറ്റിപ്പോയ ഒരു സഭയെ കുറിച്ചാണ്, വിശ്വാസത്യാഗം സംഭവിച്ച സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു ഒറ്റ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയുണ്ടാക്കിയ ഒരു തിയറി വെച്ചിട്ടൊന്നും നള്ളിഫൈ ചെയ്യാൻ പറ്റാത്ത പുസ്തകങ്ങളാണ് ഈ ഡാനിയലും റെവലേഷനും ഒക്കെ. നമ്മുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് ചർച്ച വീണ്ടും തുടരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നു. ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ജേക്കബ്, കിങ് ഓഫ് ദ നോർത്ത് ആരാണ്? ബാബിലോൺ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് കാണിക്കുന്ന വടക്കേ ദേശത്തെ രാജാവ് അല്ലെങ്കിൽ കിങ് ഓഫ് ദ നോർത്ത് പാപ്പാത്ത് റോമ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക പ്രസ്ഥാനം, അവരുടെ പൊളിറ്റിക്കൽ പവർ. ജോണത്തൻ നേരത്തെ പറയുകയുണ്ടായി എങ്ങനെയാണ് മീഡോ പേർഷ്യയിൽ നിന്ന് ഓരോ രാജ്യങ്ങളും തോറും കടന്നു വന്ന് റോം മാറി അത് പാപ്പാത്ത് റോം ആയെന്നൊക്കെ. പക്ഷെ ഞാനും കൂടുതൽ തെളിവുകൾ നിരത്താൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇതിനൊരു ഐഡൻറ്റിഫയിങ് ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ബ്രദർ ജോണത്തൻ 30-ാമത്തെ വാക്യം വരെയാണ് വായിച്ചത്. ഞാൻ 31 മുതലുള്ള വാക്യങ്ങളിൽ ചില കീ ഹൈ പോയിന്റ്സിനെ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുക. 31-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കിയത് ഈ പാപ്പാത്ത് റോം അല്ലെങ്കിൽ കിങ് ഓഫ് ദ നോർത്ത്, വടക്കേ ദേശത്തെ രാജാവ്. അപ്പോൾ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി. അപ്പോൾ നേരത്തെ ബ്രദർ പ്രിൻസ് പറയുകയുണ്ടായി, അവസാനത്തെ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ എല്ലാം അതിൻ്റെ ആത്മീയ തലത്തിലേക്ക് മാറും. പണ്ടത്തെ വിശുദ്ധ മന്ദിരം ഇല്ല, പക്ഷെ സ്വർഗത്തിലൊരു വിശുദ്ധ മന്ദിരമുണ്ട്. ആ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷെ മനുഷ്യന് ഇവിടെ നിന്നാക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനൊരു അർത്ഥമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ പണ്ടത്തെ വിശുദ്ധ മന്ദിരത്തിന് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യത്തിനും അതിനൊരു ആത്മീയ അർത്ഥമുണ്ടായിരുന്നു. ഇപ്പം ഒരു ഉദാഹരണമാണ്, ആദ്യം ചെല്ലുമ്പോൾ തന്നെ യാഗപീഠമാണ്. യാഗപീഠം സൂചിപ്പിക്കുന്നത് അറക്കപ്പെടുന്ന കർത്താവായ യേശുവിനെ അവനിലൂടെ രക്ഷയുമാണ്. അത് കഴിഞ്ഞിട്ട് താമരത്തൊട്ടിയിലെ വെള്ളം അത് സ്നാനത്തെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം കാഴ്ചയപ്പം അത് ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു. ധൂപം പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. നിലവിളക്ക് മനുഷ്യൻ്റെ സാക്ഷീകരണത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോന്നിനും അർത്ഥമുണ്ട്. പക്ഷേ ഈ കത്തോലിക്ക പ്രസ്ഥാനം എന്ത് ചെയ്യുന്നു വെച്ചാൽ കർത്താവ് യേശുവിന്റെ രക്ഷയ്ക്ക് പകരം അവരുടേതായിട്ടുള്ള പല മാർഗങ്ങൾ കൊണ്ട് രക്ഷയ്ക്ക്, മറിയത്തിലൂടെയും പുണ്യാളന്മാരിലൂടെയും പള്ളിയിൽ അച്ഛൻ തന്നെ പല പ്രാവശ്യം കുർബാനയായിട്ട് ബലി അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. താമരത്തൊട്ടി സ്നാനത്തിന് പകരം ശിശുസ്നാനം കൊണ്ടുവന്നു. വചനത്തെ ജനങ്ങളിൽ നിന്ന് നീക്കി
പ്രാർത്ഥന, മധ്യസ്ഥനോടുള്ള ഏക മധ്യസ്ഥനായ കർത്താവിലൂടെയുള്ള പ്രാർത്ഥനയ്ക്ക് പകരം പല മധ്യസ്ഥന്മാരെ കൊണ്ടുവന്നു. ഇങ്ങനെ ഓരോന്നിനും കലർപ്പുണ്ടെന്ന്. അതാണ് ഇവിടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിയെന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്യത്തിൽ 32-ാമത്തെ വാക്യത്തിൽ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഷാൽ ഡു വിക്കഡ്ലി അഗെയിൻസ്റ്റ് എ കവനന്റ്. അപ്പോൾ പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ ഉടമ്പടി ശരിക്കും ദൈവത്തിൻ്റെ നിയമങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്ന, പഴയ നിയമത്തിലും പറയുന്നുണ്ട് പുതിയ നിയമത്തിലും പറയുന്നത് ഇതാണ് പുതിയ ഉടമ്പടി എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമത്തെ തന്നെ സഭ ഇല്ലാണ്ടാക്കി, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ വ്യത്യാസങ്ങൾ വരുത്തി. നമ്മൾ നോക്കുമ്പോൾ 2-ാം കൽപ്പനയായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കൽ എന്നുള്ള കൽപ്പന എടുത്ത് മാറ്റി. ഇപ്പോൾ കാറ്റഗിസത്തിൽ പോയി നോക്കിയാൽ 2-ാം കൽപ്പന കാണത്തില്ല, വിഗ്രഹങ്ങളുണ്ടായി. പക്ഷെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ അത് കാണാം. അതുപോലെ തന്നെ ശബദ് എന്ന് പറഞ്ഞ കൽപ്പനയാണ് 4-ാമത്തേത്. ആ കൽപ്പനയ്ക്ക് പകരം ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസത്തെ സഭ കൊണ്ടുവന്നു. അതുപോലെ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോവാം. 33-ാമത്തെ വാക്യത്തിൽ ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. ഇതിനെക്കുറിച്ചൊക്കെ പലരും പഠിപ്പിക്കും, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ്. അതായത് ഒരു റെഫോർമേഷൻ ഉണ്ടാവും, അതാണ് ഈ പ്രൊട്ടസ്റ്റന്റ് റെഫോർമേഷൻ. എങ്കിലും കുറേ കാലത്തേക്ക് അവർ വാളുകൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. അതായത് 150 മില്യൺ പ്രൊട്ടസ്റ്റൻസിനെ കൊന്നു എന്നാണ് സഭയുടെ പീഡനത്തിൽ ചരിത്രം രേഖപ്പെടുന്നത്. ഫോക്സസ് ബുക്ക് ഓഫ് മാർട്ടേഴ്സ് അതിൻ്റെ ഒരു വലിയ ഡീറ്റെയിൽ ഒരു റൈറ്റിംഗാണ്. ഇതൊക്കെ ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾ ദെയർ ഇൻ ഹിസ്റ്ററി ബുക്സ്. അതിന് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ വീഴുമ്പോൾ അവർ അല്പസഹായത്താൽ രക്ഷ പ്രാപിക്കും. കാരണം ഇവിടുത്തെ യൂറോപ്പിലെ പേഴ്സിക്യൂഷൻ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അവർക്കൊരു അല്പസഹായം കൊടുത്തുണ്ടാവും, അതിൽ അവർ രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 2 അർത്ഥമുണ്ട്. ഒന്ന്, ഇവർ പലരും അവിടുത്തെ പല മലനിരകളിലേക്കൊക്കെ ഓടിപ്പോയി അവിടെ രക്ഷ പ്രാപിച്ചു. പക്ഷേ അതിന് വലിയൊരു അർത്ഥമുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ സ്ത്രീയാകുന്ന സഭയ്ക്കെതിരെ സാത്താൻ വെള്ളം അഴിച്ചുവിടും. ആ സമയത്ത് ഭൂമി ആ വെള്ളത്തെ വിഴുങ്ങി അതിനെ രക്ഷിക്കും. അതായത് ഒരു ഭൂമി എന്ന് പറയുന്നത് വെള്ളത്തിനെതിരാ. വെള്ളം ബൈബിൾ പ്രവചനത്തിൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലവും ഭൂമി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒട്ടും ഇല്ലാത്ത സ്ഥലമാണ്. കാരണം വെള്ളത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഭൂമി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിന് 1-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ആ ഡെഫിനിഷൻ. ഈ ഭൂമിയും വെള്ളവും ഓപ്പോസിറ്റ്സ് ആണെന്നുള്ളത്. നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ തീരെ തിങ്ങിപ്പാർക്കുന്ന അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ഈ യൂറോപ്പിൽ പേഴ്സിക്യൂട്ട് ചെയ്യപ്പെട്ടവരെല്ലാവരും വരികയും അവിടെ അവർക്ക് ശമനം ലഭിക്കുകയും ചെയ്യും. ഇതൊക്കെ വിവിഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള പല 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 കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 വേഗം പറയാം, നമുക്ക് ഇതെല്ലാം എല്ലാ ക്യാരക്ടേഴ്സിനും പോകാൻ സമയമില്ല. ഇപ്പോൾ 37-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവൻ എല്ലാറ്റിനും മേലെ തന്നെത്താൻ മഹത്വീകരിക്കാൻ. അതായത് ഈ സഭ ദൈവത്തിനോളം തന്നെ മഹത്വുകയും ദൈവത്തിനെതിരെ വമ്പ് പറയും, അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ പഠിച്ചു. പക്ഷെ ഇവിടെ എല്ലാം പറയുന്നത് ഇത് വീണ്ടും വീണ്ടും പോകാൻ പറ്റും. ഇങ്ങനെ തെറ്റായ ദേവന്മാരെ കൊണ്ടുവന്ന് വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് എല്ലാം പറയുന്നുണ്ട് ഈ വാക്യങ്ങൾ. പക്ഷെ ഞാൻ സമയപരിമിതി പോകണം, എല്ലാം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ പറയുന്ന വടക്കേ ദേശ രാജാവ്, അന്ത്യകാലത്തെ കിങ് ഓഫ് ദ നോർത്ത് വടക്കേ ദേശ രാജാവ് അല്ലെങ്കിൽ ബാബിലോൺ, അത് പാപ്പാത്ത് റോമാണ്, റോമൻ കത്തോലിക്ക പ്രസ്ഥാനം, പോപ്പിൻ്റെ അധികാരത്തിൽ ഉള്ളത്. ബ്രദർ ജോണത്തൻ, ജേക്കബ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിശദീകരിച്ചു. അതായത് നമ്മൾ ഡാനിയൽ 7 കണ്ട എതിർ ക്രിസ്തു ഇവിടെ വരുമ്പോൾ അത് വടക്കേ ദേശത്തെ രാജാവാണ്, ബാബിലോണാണ്. അതുപോലെ തന്നെ ഇവിടെ തെക്കേ ദേശത്തെ രാജാവുണ്ട്, ദ കിങ് ഓഫ് ദ സൗത്ത്. അതാരാണ്? മിസ്രൈമായിട്ട്, ഈജിപ്റ്റായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ നമ്മൾ ഈ ഉത്തരത്തിൽ കണ്ടു കഴിഞ്ഞു, ഈ വടക്കേ ദേശത്തെ രാജാവായിരുന്നു മനസ്സിലാക്കി. തെക്കേ ദേശത്തെ രാജാവ് ആദ്യമായിരുന്നു നമ്മൾ മനസ്സിലായത് മിസ്രൈമാണ്. പക്ഷെ ആരംഭത്തിൽ മുതൽ അവസാനം വരെ അത് മിസ്രൈം തന്നെയാണ്. ഞാൻ അതിൽ ആരംഭവും അവസാനത്തിലുള്ള വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ 11:8 പറയുന്ന ഇപ്രകാരമാണ്, അവരുടെ ദൈവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നുകൊണ്ടുള്ള മനോഹര വസ്തുക്കളെയും അവൻ എടുത്ത് മിസ്രൈമിലേക്ക് കൊണ്ടുപോകും. കാരണം വടക്കേ ദേശത്തെ രാജാവിനെ തോൽപ്പിച്ചിട്ട് അത് തെക്കേ ദേശ രാജാവ് തിരികെ വരുന്ന കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെയും തെക്കേ ദേശ രാജാവ് ആരാണ്? മിസ്രൈമാണ്. ഇനി 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും മിസ്രൈം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പം മിസ്രൈം അവിടെയും ഉണ്ട്. പക്ഷെ നമ്മൾ ചിന്തിച്ചു, ഈ ഇസ്രായേൽ എന്താണ്? 11 ആരംഭത്തിലുള്ള ഇസ്രായേൽ അല്ല അവസാനം, അത് ആത്മീയമാണ്. അപ്പോൾ ഈ മിസ്രൈമും ആത്മീയമാകണം, ഈജിപ്തും സ്പിരിച്വൽ ആകണം. അപ്പോൾ സ്പിരിച്വൽ ഈജിപ്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് വെളിപ്പാട് പ്രവചനം 11-ാം അധ്യായം 8-ാം വാക്യമാണ്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സോദോമെന്നും മിസ്രൈമും എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഇവിടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നമുക്കറിയാം, അത് മിസ്രൈമിലും സോദോമിലും ഒന്നുമല്ല. പക്ഷെ ഇവിടെ ആത്മീകമായ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ മിസ്രൈം സൂചിപ്പിക്കുന്നത്? അവിടെ ഫറവോൻ പറഞ്ഞതാണ് അവരുടെ സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുറപ്പാട് 5:2 അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടേപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടേക്കുമില്ല. ആ ഒരു സ്പിരിറ്റാണ് ദൈവത്തെ വെല്ലുവിളിക്കുന്ന, ദൈവമില്ല എന്ന് പറയുന്ന ആ ഒരു സ്പിരിറ്റാണ് ഇത് കാണിക്കുന്നത്. ഇത് 1798 എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഫ്രഞ്ച്
ദേശത്ത് ഒരു വൻ വിപ്ലവം നടക്കുകയാണ്. ഇത് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. ചരിത്രത്തിൽ ആദ്യത്തെ രാജ്യമാണ് അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉപയോഗിച്ചുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ആ കൽപ്പന പുറപ്പെട്ടതിന് ശേഷം അവിടെ പുരുഷന്മാരും സ്ത്രീകളും നൃത്തം കളിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഈ പവർ, കിങ് ഓഫ് ദി സൗത്ത് എന്ന പവർ, അല്ലെങ്കിൽ തെക്കേ ദേശത്തെ രാജാവ് ഈജിപ്തിനെ കാണിക്കുന്നു. ഈജിപ്ത് കാണിക്കുന്നത് എയ്ത്തിസം പവറാണ്, ദൈവമില്ല എന്ന് പറയുന്നു. പക്ഷെ ആ എയ്ത്തിസത്തിൽ നിന്നും ഈ ഫ്രഞ്ച് റെവല്യൂഷൻ വേറെ കാര്യം കൂടെ ഉണ്ടായി കേട്ടോ. ഇന്ന് നമുക്ക് മനസ്സിലാവും, നമ്മൾ മലയാളികൾ കൂടുതൽ മനസ്സിലാവും, അവിടെയാണ് ലെഫ്റ്റും റൈറ്റും എന്ന പദം ഉണ്ടായത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് കാണിക്കുന്നത് ദൈവത്തെ വിശ്വസിക്കാതെ പോപ്പിന് എതിർത്ത് നിൽക്കുന്നതും, റൈറ്റ് എന്ന് കാണിക്കുന്നത് പോപ്പിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അങ്ങനെയാണ് ഇപ്പോഴുള്ള നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വലതുപക്ഷമുണ്ട്, ഇടതുപക്ഷമുണ്ട്. ഈ കമ്മ്യൂണിസവും മോഡേൺ കമ്മ്യൂണിസവും ഇതിൽ നിന്നാണ്. നമുക്കറിയാം പ്ലേറ്റോയിൽ നിന്നാണ് തന്നെ വരുന്ന ഓൾഡൻ കമ്മ്യൂണിസം. പക്ഷേ ഈ മോഡേൺ കമ്മ്യൂണിസം ഡെവലപ്പ് ചെയ്യുന്നതും ഇതിൽ നിന്ന് തന്നെയാണ്. ഓക്കെ 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 വളരെ നല്ല ഒരു എക്സ്പ്ലനേഷൻ തന്നെയായിരുന്നു. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. നമുക്ക് ചർച്ച തുടരാം. ബ്രദർ പ്രിൻസ്, അപ്പോൾ 40ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിങ് ഓഫ് ദ സൗത്ത് ഷാൽ പുഷ് അഗെയിൻസ്റ്റ് ദ കിങ് ഓഫ് ദ നോർത്ത്, എതിർത്ത് മുട്ടും എന്ന് പറയുന്നുണ്ട്. ഇതെന്താണ്? ബ്രദർ ജോനാഥൻ പറഞ്ഞ പോലെ കിങ് ഓഫ് ദ സൗത്ത് എന്ന് പറയുന്നത് ആ ഏത്തിയസ് ആണോ സൂചിപ്പിക്കുന്നത്. ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജാവാണ്, അല്ലെങ്കിൽ രാജ്യമാണ് ആദ്യമായിട്ട് ഈ ഒരു ഓപ്പൺലി ഒരു രാജ്യമെന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുന്നത് ദൈവമില്ല എന്ന്. അപ്പോൾ തുടർമാനമായി നമ്മൾ പറഞ്ഞു അനേകം രാജ്യങ്ങൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ ദൈവത്തിനെതിരായിട്ടും അല്ലെങ്കിൽ ദൈവജനത്തിനെതിരായിട്ടും ഒരു വലിയൊരു വിപ്ലവം അയച്ചു വിട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറിയത് അന്നത്തെ ക്രിസ്തീയ ആസ്ഥാനമായിട്ടുള്ള പോപ്പിനെയാണ്, അല്ലെങ്കിൽ പേപ്പസിയാണ്, വത്തിക്കാൻ സിറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിട്ടുള്ള ബർത്തിറെ അയച്ചിട്ട് എന്ത് ചെയ്തു, അന്നത്തെ പോപ്പിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്ന് കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യുന്നു, അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടന്ന് മരിച്ചു. പക്ഷെ പേപ്പസിയുടെ ഓഫീസ് അവിടെ കൊണ്ട് ഇല്ലാതായിപ്പോയി. അപ്പോൾ നമ്മൾ അത് പ്രവചനം നോക്കുമ്പോൾ അത് പ്രവചന നിവൃത്തിയാണ്. അവരുടെ കാലഘട്ടം 1260 വർഷക്കാലമാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 538 BC തുടങ്ങി 538 AD തുടങ്ങി 1798 AD വരെ കറക്റ്റ് 1260 വർഷം അവർ ഭരിച്ചു. അതിൻ്റെ അന്ത്യത്തിൽ ഫ്രാൻസ് തന്നെ അവരെ എന്ത് ചെയ്തു, കീഴ്പ്പെടുത്തിയാണ് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇനി കാണുന്നത് നേരെ തിരിച്ചാണ് ബ്രദർ ജേക്കബ്. കിങ് ഓഫ് ദ നോർത്താണ് കിങ് ഓഫ് സൗത്തിൻ്റെ അഗെയിൻസ്റ്റ് വരുന്നത്, കവിഞ്ഞൊഴുകുന്നതായിട്ടൊക്കെ പറയുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഈ 40ാമത്തെ വാക്യത്തിൽ 11ാമത്തെ അധ്യായത്തിന്റെ 40ാമത്തെ വാക്യത്തിൽ ഈ വടക്കേ ദേശ രാജാവ് തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്ത് തെക്കേ ദേശ രാജാവിനെ തോൽപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ കമ്മ്യൂണിസം എങ്ങനെ വീടുന്നുള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴേ അതിൻ്റെ പുറയിൽ 2 ശക്തികളുണ്ട്. ഒന്ന് പേപ്പസിയ, പോപ്പ് അന്നത്തെ അമേരിക്കയുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് ഒരു അലയൻസ് ഫോം ചെയ്തുകൊണ്ട് അവർ കമ്മ്യൂണിസത്തിനെ വീഴ്ത്താൻ ഇടയാക്കുക. 1989 കമ്മ്യൂണിസം വീഴുന്നതിന് മുമ്പ് തന്നെ ഒരു കാത്തലിക് ജെസ്യൂട്ട് റൈറ്ററായ മലാക്കി മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ ദ കീസ് ഓഫ് ദ ബ്ലഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിനെയും വീഴ്ത്തണം, വെസ്റ്റേൺ ക്യാപിറ്റലിസത്തെയും വീഴ്ത്തണം. എന്നിട്ട് അതുപോലെ തന്നെ അവർ നടത്തുക. അതുകൊണ്ട് ടൈം മാഗസിൻ്റെ ഫെബ്രുവരി 24 തീയതി 1992 അതിൻ്റെ കവർ പിക്ചർ തന്നെ പോപ്പും റൊണാൾഡ് റേഗനും കൂടെ നിൽക്കുന്നതാണ്, ദി അൺഹോളി അലയൻസ്. ഇവരെ ഇവിടുത്തെ മാത്രമല്ല വീഴ്ത്തിയ നിക്കാരാഗുവ, കംബോഡിയ, അഫ്ഗാനിസ്ഥാൻ, അവിടെയൊക്കെ അവർ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് റിബൽസിനെ ഫണ്ട് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റെ വീഴ്ത്താൻ ഇടയാക്കി. ഇങ്ങനെ അമേരിക്ക ഫണ്ട് ചെയ്ത ഒരു കൂട്ടരാണ് പിന്നീട് അമേരിക്ക ഇതിനെ തിരിയുന്ന താലിബാനായി മാറുന്നത്. അപ്പോൾ ഇത് വലിയൊരു ചരിത്രം ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും ഇന്ന് നടക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ബ്രദർ ജോണതൻ, ഗ്ലോറിയസ് ലാൻഡിലേക്ക് കിങ് ഓഫ് ദി നോർത്ത് കയറും, അതായത് മനോഹര ദേശം. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ഈ മനോഹര ദേശം എന്താകുന്ന വചനം തന്നെ പറയുന്നുണ്ട്. മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ, നിങ്ങൾ മനോഹരമായ ദേശമായിരിക്കാൻ സകല ജാതികളിലും നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുമെന്ന് സൈന്യയുടെ യഹോവ ചെയ്യുന്നത്. ഇസ്രായേലിനോട് പറയാം, അപ്പം നിങ്ങളാണ് ആ മനോഹര ദേശം. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഈ അവസാനത്തിലേക്ക് വരുമ്പോൾ എല്ലാം സിംബോളിസമാണ്. അപ്പോൾ സിംബോളിക്കലാകുമ്പോൾ ആരാണ് ഇപ്പോഴത്തെ അന്ന് ഇസ്രായേൽ മനോഹര ദേശം ആകാൻ കാരണം ദൈവത്തെ സേവിക്കുന്ന ജനം അവിടെയാണ്, ദൈവത്തിൻ്റെ ആലയം അവിടെയാണ്. നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിച്ചു നോക്കിയാൽ 5-ാം അധ്യായം 27-ാം വാക്യം, കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാത്ത സഭ എന്നാണ് മലയാളത്തിൽ വായിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ദാറ്റ് ഹി മൈറ്റ് പ്രസന്റ് ഇറ്റ് ടു ഹിംസെൽഫ് എ ഗ്ലോറിയസ് ചർച്ച്.
അപ്പോൾ അവിടെ ഗ്ലോറി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്ന ഈ ഗ്ലോറിയസ് ലാൻഡ് എന്ന് പറയുന്നത് സഭയ്ക്ക് ഉള്ളിൽ അവർ കടന്നു വരും. അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പറയുന്ന പോലെ അമേരിക്കയായിട്ട് ബന്ധിപ്പിക്കുന്നു, പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ നാട്, അതിലേക്ക് കയറി വരുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ബ്രദർ പ്രിൻസ് 44-ാമത്തെ വാക്യത്തിലെ വടക്ക് നിന്നും കിഴക്ക് നിന്നുള്ള വർത്തമാനങ്ങൾ അവനെ പരവേശനാക്കും എന്ന് പറയുന്നത്, ഇംഗ്ലീഷിലെ ടൈഡിങ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ശരിക്കും നല്ലൊരു ഭാഗമാണ്. കാരണം ഈ വടക്കും കിഴക്കും നമ്മൾ ഈ ഒരു കാര്യം മുമ്പേ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബാബിലോണിൽ ദൈവത്തിൻ്റെ ജനങ്ങളായിരുന്നപ്പോൾ അവർക്കൊരു വിടുതൽ ആവശ്യമായിരുന്നു. മുൻകൂട്ടി എല്ലാ പ്രവാചകന്മാരും എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവം പദ്ധതി ഇട്ടത് ആരിലൂടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മേദോപേഷ്യ സാമ്രാജ്യത്തിലൂടെയാണ് അല്ലേ. അവർ രണ്ടുപേരും വടക്ക് നിന്നും കിഴക്ക് നിന്നാണ് വന്നത്. അവര് പ്രത്യേകിച്ച് കോരസിനെ കുറിച്ച് എടുത്തു പറയുന്നത്, അവൻ എൻ്റെ അഭിഷിക്തൻ എന്ന യെശയ്യാവ് 150 വർഷം മുമ്പ്, കോരസ് ജനിക്കും മുമ്പ് എഴുതിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഇടയനെന്നും പറയുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൊടുത്തിരിക്കുന്ന അതേ വിശേഷണങ്ങളാണ്. അപ്പോൾ അവർ വന്നിട്ടാണ് ശരിക്കും ബാബിലോണിലുള്ള പ്രവാസികളായിട്ടുള്ള ദൈവത്തിൻ്റെ ജനത്തെ വിടുവിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സംഭവം നടക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാൻ ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെയാണ് ഈ കിങ് ഓഫ് ദ നോർത്ത്, ഇപ്പം നമ്മൾ പറഞ്ഞ കിങ് ഓഫ് ദ നോർത്ത് ആയിട്ടുള്ള ബാബിലോൺ അല്ലെങ്കിൽ പേപ്പസി, അത് കേട്ടിട്ട് അതിൻ്റെ ടൈഡിങ് കേട്ടിട്ടാണ്, അതിൻ്റെ വർത്തമാനം കേട്ടിട്ടാണ് അവൻ പരവശനാകുമെന്ന് പറയുവാനായിട്ടുള്ള കാരണം. ജേക്കബ് 45-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹീ ഷൽ പ്ലാൻ ദ ടാബർനാക്കിൾസ് ഓഫ് ഹിസ് പാലസ് ബിറ്റ്വീൻ ദ സീസ് ഇൻ ദ ഗ്ലോറിയസ് ഹോളി മൗണ്ടൻ. ഇത് മലയാളത്തിലും ഭയങ്കര ഒരു പ്രത്യേക ഇതാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ മണിപ്പന്തൽ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധ പർവ്വതത്തിൽ മധ്യേ വെക്കുന്നതാണ്. പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കുന്നതാണ് കുറച്ചും കൂടെ അതിൻ്റെ കറക്റ്റ് ഫുൾ അർത്ഥം വരുന്നത്. അതായത് ഒരാളുടെ കൊട്ടാരത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ കടലിലുള്ള ഗ്ലോറിയസ് മൗണ്ടനിൽ, ഹോളി മൗണ്ടനിൽ വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൊട്ടാരവും വിശുദ്ധ മന്ദിരവും കൂടി സാധാരണ ചേർന്ന് പോകത്തില്ല. അവിടെ നോക്കും, കാരണം കൊട്ടാരം ഒരു രാജാവിനുള്ളതാണ്, വിശുദ്ധ മന്ദിരം ദൈവവുമായി ബന്ധപ്പെട്ട. അതായത് ഇവിടെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റും മതവും കൂടെ ഉള്ള ചേർച്ചയാണ്. ദ യൂണിറ്റി ബിറ്റ്വീൻ ചർച്ച് ആൻഡ് സ്റ്റേറ്റ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇത് എവിടെ വെക്കുന്ന എഴുതിയിരിക്കണം? ദൈവത്തിൻ്റെ ഗ്ലോറിയസ് ഹോളി മൗണ്ടനിൽ വെള്ളത്തിൻ്റെ മധ്യേ വെക്കുന്ന. ഈ വെള്ളം ജനങ്ങളെ സൂചിപ്പിക്കുന്നു. ഗ്ലോറിയസ് ഹോളി മൗണ്ടൻ, നേരത്തെ ജോണത്തൻ പറഞ്ഞത്, അത് ആധുനിക കാലത്തെ ദൈവത്തിൻ്റെ പ്രോട്ടസ്റ്റന്റ് സഭകളെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിലേക്കാണ് പ്രോട്ടസ്റ്റന്റിസം ഷിഫ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ പ്രോട്ടസ്റ്റൻസിൻ്റെ ഇടയിലും ഈ ചർച്ചിൻ്റെയും സ്റ്റേറ്റിൻ്റെ യൂണിറ്റി, അതായത് കത്തോലിക്ക പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലനിന്നു, അവരാണ് ഈ ചർച്ചും സ്റ്റേറ്റും യൂണിറ്റീനെ സിഗ്നിഫൈ ചെയ്തിരുന്നത്. അതേ രൂപം നമ്മൾ പ്രോട്ടസ്റ്റന്റ് സഭകളിലേക്കും മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രോട്ടസ്റ്റന്റ് സഭകളൊക്കെ പൊളിറ്റിക്സിലും ഗവൺമെൻറ്റിലും ഒക്കെ ഭയങ്കര കൈകടത്ത. അവരാണ് ഒരിടത്ത് ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ പറയും ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം. അവരാണ് എല്ലാം തീരുമാനിക്കണം, അവിടുത്തെ കരുക്കൾ നീക്കുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയിൽ. അപ്പോൾ ഇതൊക്കെ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കത്തോലിക്ക സഭയ്ക്ക് ഇപ്രകാരമുള്ള മക്കളുണ്ടാവുമെന്ന്. അതും കൂടെ പെട്ടെന്ന് വായിക്കാം. വെളിപ്പാട് 17:1 പറയുന്നുണ്ട്, മഹദിയാം ബാബിലോൺ എന്നാണ് 1-ാമത്തെ വാക്യത്തിൽ ഒരു വേശ്യനെ കാണിച്ചിട്ട് പറയുന്നത്. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിലുള്ള ഈ മഹദിയാം ബാബിലോണിനെ വേശ്യകളുടെ അമ്മയെന്നാണ് വിളിക്കുന്നത്. അതായത് ഈ കത്തോലിക്ക പ്രസ്ഥാനത്തിന് കുറേ കുഞ്ഞുങ്ങളുണ്ടാവും അതേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്പിരിച്വലായിട്ട് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഡാനിയലിൻ്റെ 11 നമ്മുടെ ഇന്നത്തെ കാലത്ത് ഉള്ള കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നു. ചർച്ച ചെയ്താലും നമുക്ക് ഇനിയും കുറേ നേരം ചർച്ച ചെയ്യാൻ പറ്റും. നമുക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡാനിയൽ 11 ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും ഈ സീരീസിൽ ഒരു എപ്പിസോഡും കൂടെ ഉണ്ട്. നമ്മൾ ഡാനിയൽ 12 കുറിച്ചും അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും.